ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ എല്ലാ ദിവസങ്ങളും ഇതേപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇതേപോലെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. ചോറ് അടുപ്പത്തിടുവാണ്. ഇത് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ്. ഒരു 2 മണിക്കൂറുള്ളിൽ വേവുന്ന അരിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പി ഇട്ടിട്ടുണ്ട്. രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് എൻ്റെ പണികളിലേക്ക് കടന്നു. സാമ്പാറിലേക്കുള്ള ചെറുപയർ പരിപ്പാട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേവാൻ വേണ്ടി വെക്കുകയാണ്. കഷ്ണങ്ങൾ കുറച്ച് കുറവായിരുന്നു. അപ്പം ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങനെ അത് റെഡിയാകുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് അരിഞ്ഞിട്ട് ഒരു തോരനാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ആൾക്ക് 8 മണിയാകുമ്പോഴത്തേനും പോകണം. അതുകൊണ്ട് വേഗം പരിപാടികളൊക്കെ ചെയ്യുന്നത്. സമയം ഏകദേശം ഒരു 7:15 ആയപ്പോഴത്തേനും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് രാവിലെ സമയം പോകുന്നത്. പിന്നെ അന്നേരം മീൻ വണ്ടി വന്നപ്പോൾ അവർ അച്ഛനും മോളൂടെ പോയി മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മത്തിയും നെത്തോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കവർ എടുക്കാൻ കേട്ടോ അവൾ പുറകെ നടക്കുന്നത്. പിന്നെ തിരിച്ച് വന്നതിന് ശേഷം സാമ്പാറിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഇനി എല്ലാം സ്പീഡിലുള്ള പരിപാടികളായിരുന്നു കേട്ടോ. ഞാൻ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം അതിലേക്ക് സാമ്പാർ പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് കടുകും കൂടെ താളിച്ചിടും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ തക്കാളിപ്പഴം ചേർക്കുമ്പോൾ വേറെ പുളി ചേർക്കാറില്ല. കാരണം കുറച്ച് കഷ്ണങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ റെഡിയാക്കി. പിന്നെ നമ്മൾ ചമ്മന്തി ആയിട്ട് രാവിലെ കാപ്പിക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചമ്മന്തിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചമ്മന്തി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഉപ്പൊക്കെ നോക്കി ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുക കേട്ടോ. കാരണം അതൊരു ചെറിയ പാത്രമല്ലേ. അങ്ങനെ അതുമൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് തൈരും കൂടെ ഞാൻ പച്ചക്ക് എടുക്കുന്നുണ്ട് ഉച്ചക്കത്തേന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി വേഗം എന്നുള്ള പരിപാടിയായിരുന്നു. കാരണം ഏകദേശം 7:45 ആയിട്ടുണ്ട്. 8 നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്യണം. പെട്ടെന്ന് ദോശ ഉണ്ടാക്കി. കുറച്ച് മീൻ മാത്രം എടുത്തിട്ട് ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വറുത്തു. അങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ കുളിച്ച് റെഡിയായി. സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ മോനെ അംഗൻവാടി വിടാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പം വീടിന് കുറച്ചപ്പുറത്താണ് അംഗൻവാടി. നമ്മൾ ഓട്ടോയ്ക്ക് പോകണം. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അവനെ അംഗൻവാടിയിലാക്കി തിരിച്ച് വന്നിട്ട് മീനെല്ലാം വെട്ടാനുണ്ടായിരുന്നു. അത് വെട്ടി കഴുകി വൃത്തിയാക്കി. നമ്മൾ നെത്തോലി പീരയാട്ടോ വെക്കുന്നത്. കുറച്ച് സവോള അരിഞ്ഞതും പിന്നെ തേങ്ങ അരപ്പും കൂടെ ചേർത്തിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൽ തേങ്ങയും പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള അരപ്പാട്ടോ. ശകലം വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ച് കുടംപുളിയും ചേർത്തിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ വേറെ ഇതിന് കടുകൊന്നും താളിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പുറത്തെ അടുപ്പയിലോട്ട് കുറച്ച് മീൻ നമ്മൾ രാവിലെ മീൻ വറുത്ത ചട്ടിയായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ ബാക്കിയുള്ള മീനും കൂടെ ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് വറുക്കാൻ വേണ്ടി വെക്കുവാണ്. അപ്പം അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിയും. ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പീര റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറുണ്ണാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പം അമ്മ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ചേട്ടൻ്റെ അമ്മ കുറച്ച് ചക്കയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്ക വേവിച്ചതും സാമ്പാറും മീൻ വറുത്തതും പിന്നെ ഇത് തലേദിവസത്തെ സോയാബീൻ തോരനാട്ടോ. പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും മോര് കാച്ചിയതും മീൻ പീരയും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.